നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ പരിതസ്ഥിതി ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹെൽത്തിന് വേണ്ടി സമയം ചിലവാക്കാൻ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ബോഡി ഫിറ്റ്നസ്സിന് നമ്മൾ സമയം ചിലവാക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പക്ഷേ അജ്മാനിൽ ഒരു വെൽ നോൺ ബോഡി ഫിറ്റ്നസ് സെൻ്ററിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് ഒരു വളരെ വിശ്വാസ അർപ്പിച്ച നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന വെല്ലോസിറ്റി ബോഡി ഫിറ്റ്നസ് സെൻ്ററിൻ്റെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ശ്രീ മുബീൻ ഒരു മലയാളിയാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലയിലെ കാക്കനാട് സ്വദേശിയാണ് അദ്ദേഹം. ശ്രീ മുബീനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫിറ്റ്നസ് സെൻ്ററാണ് താങ്കളുടെ കാഴ്ചപ്പാടിലൂടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നത്. ഇന്നത്തെ കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹെൽത്ത് ബേസ്ഡാണ്. ഒരുപാട് അസുഖങ്ങൾ മനുഷ്യനെ വളരെ അധികം, കാരണം പ്രായവ്യത്യാസമില്ലാതെ കീഴടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ചിട്ടയായ രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. കറക്റ്റാണ്. യഥാർത്ഥ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് റിയൽ വെൽത്ത് എന്നാണ്. ആരോഗ്യമില്ലെങ്കിൽ ഒരു സ്കോപ്പും ഇല്ല. ശരിക്കും ആരോഗ്യം വെറുതെ ഉണ്ടാവില്ല, ഒന്നും വെറുതെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ആരോഗ്യം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നാണ് ഈ ആരോഗ്യം. ഈ ആരോഗ്യം നമ്മൾ നിലനിർത്താൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷപ്രദമായ ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. ഏതാളുകളുടെയും ഏത് ലക്ഷ്യത്തിൻ്റെയും പിന്നിലെടുത്താൽ ഒരു ലക്ഷ്യം, അവർക്കൊരു സ്വപ്നം ഉണ്ടാവും. എല്ലാം എത്തുന്നത് ഒരു സന്തോഷകരമായ ജീവിതത്തിലാണ്. എല്ലാം ഉണ്ട്, പക്ഷേ ആരോഗ്യമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. UAE പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലുള്ളവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ വെല്ലോസിറ്റിയിലും വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരും. അതുപോലെ തന്നെ ഇവിടെ വിസിറ്റിന് വരുന്ന പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം അവരുടെ ജീവിതത്തിൻ്റെ ഹെൽത്തിനെ ബേസ് ചെയ്ത് ഒരു ബോഡി ഫിറ്റ്നസ് ആക്കി മാറ്റുക എന്നുള്ളത്. അതെ, സന്തോഷകരമായ കാര്യം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ പല ആളുകളും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഞാൻ അവരോട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനോട്, ഞാൻ ഇവരുടെ ഒരു മെൻറ്ററാണ് ആക്ച്വലി. ഞാൻ എൻ്റെ മാനേജ്മെൻറ്റിനോട്, എൻ്റെ ടീമിനോട് ഞാൻ പറയുന്നത്, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴല്ല, ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടില്ല. പിന്നെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും. കാരണം ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ശരീരത്തിനേക്കാൾ പ്രാധാന്യം മനസ്സിന് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം മനസ്സിന് ദൈവത്തിൻ്റെ ഒരു അംശം കൂടിയുണ്ട്. പക്ഷേ ഈ മനസ്സ് കറക്റ്റായി വർക്ക് ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല ആരോഗ്യം ഉണ്ടേ പറ്റുള്ളൂ. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. ഈ ഒരു മേഖലയ്ക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? എനിക്ക് തോന്നുന്നു 2015 വെല്ലോസിറ്റിയുടെ തുടക്കം. യാദൃശികമായി NCC എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്. ഇന്ത്യൻ മിലിറ്ററിയുടെ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനാണ്, നാഷണൽ കേഡറ്റ് കോപ്സ്. അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ വളരെ ആക്റ്റീവൊന്നും ആയിരുന്നില്ല, പക്ഷേ ആ സമയത്ത് അതിൽ വന്നതിന് ശേഷം ശരിക്കും അതിൽ എക്സസൈസും പരേഡും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ എന്നിലും എല്ലാ മേഖലയിലുള്ള പെർഫോമൻസിലും വരുത്തി. അങ്ങനെ മിലിറ്ററിയിലൊരു ഓഫീസറാകണമെന്നുള്ള സ്വപ്നമൊക്കെ അന്നുണ്ടായിരുന്നു. ആ സമയം മുതലേ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളോട് നോക്കുമ്പോൾ, അവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ, അവർക്ക് ഫിറ്റ്നസ് ഇല്ലാത്ത അവസ്ഥ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ എക്സസൈസ് ഒന്നും ചെയ്യാത്തത്? ശരിക്കും ആദ്യമായിട്ടൊരു ജിമ്മിലേക്ക് വരുമ്പോഴോ ഒരു എക്സസൈസ് തുടങ്ങുമ്പോഴോ ശരീരത്തിന് വേദന ഉണ്ടാവും. കാരണം ശരീരത്തിൽ മസിൽസ് ഇല്ല. ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ വേദനയെ വലിയ തടസ്സമായി കണ്ട് അവർ പരിപാടി നിർത്തും. കാരണം ആ ഒരു പരിശ്രമം ഉപേക്ഷിക്കും. നോ പെയിൻ നോ ഗെയിൻ എന്നാണ് ശരിക്കും. അപ്പം നമ്മൾ ആ ഒരു ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഉണ്ടാകുന്ന പെയിൻ എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ പെയിൻ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നീട് ഇത് ശീലമാകും. ശീലമായി കഴിഞ്ഞാൽ ഈ എക്സസൈസ് ചെയ്തില്ലെങ്കിലാണ് പ്രശ്നം. ആ ഒരു സിറ്റുവേഷനിലാണ് വരിക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ വിഷം ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ പോയിസൺ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് അവയവങ്ങളിൽ അടിഞ്ഞുകൂടിയാൽ ഇത് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഒരു വഴിയില്ല. നന്നായി വെള്ളം കുടിക്കുക, അതിലൂടെ കൂടുതൽ പുറത്തേക്ക് തള്ളുക, നന്നായി വിയർക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത്. ചങ്ങനാശ്ശേരിയിലാണ് ജനിച്ചത്. ഒരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ്സുകാരനാണ്. പേര് ഇബ്രാഹിം എന്നാണ്. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ രണ്ടാമത്തെ മകനാണ്. മൂത്ത ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ്റെ പേര് നബീൽ മുഹമ്മദ്. ആൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞതാണ്. ആളൊരു ബിസിനസ്സുകാരനാണ്. എനിക്കൊരു ഇളയ സഹോദരിയുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്.
എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യയാണ് ദൈവം തന്നത്. വൈഫിൻ്റെ പേര് ഷബ്ന എന്നാണ്, ഷബ്ന മുബീൻ. കുട്ടികൾ? എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്തയാളുടെ പേര് നിത എന്നാണ്, നിത മുബീൻ. രണ്ടാമത്തെ ആളുടെ പേര് നേഹ മുബീൻ. ഇടപ്പള്ളിയിൽ അൽ അമീൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അനുജത്തിയുടെ പേര്? എൻ്റെ അനുജത്തിയുടെ പേര് ഫാത്തിമ എന്നാണ്, ഫാത്തിമ മുഹമ്മദ്. ഫാമിലി സപ്പോർട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് താങ്കളെ കൊണ്ടുവന്നത്? 100%. കാരണം അധ്വാനിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കുട്ടിക്കാലം മുതൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ചത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു പത്രത്തിൻ്റെ ഏജൻസി, മാധ്യമം പത്രമാണ്, അതിൽ സർക്കുലേഷൻ ഒന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ മോനെ നല്ലൊരു ബിസിനസ് ഉണ്ട്, കുറച്ച് പൈസയൊക്കെ കിട്ടും, നിനക്ക് സ്വന്തമായിട്ട് സൈക്കിളൊക്കെ വാങ്ങാം. ഞാനത് സന്തോഷപ്രദമായി ഏറ്റെടുത്തു. പക്ഷേ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കണം. 4 മണിക്ക് എഴുന്നേറ്റ് അന്ന് എനിക്ക് സൈക്കിളില്ല. അപ്പം ഞങ്ങൾ ടൗണിലേക്ക് പോകണമെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. ഈ 5 കിലോമീറ്റർ നടന്ന് അവിടെ പോയി ഈ പത്രം എടുത്ത്, ആകെ അന്ന് 27 പത്രമുള്ളൂ. ഒരു പത്രം ഇട്ടാൽ രണ്ടാമത്തെ പത്രം ഇടണമെങ്കിൽ 1 കിലോമീറ്റർ പോകണം. അന്ന് എന്നോട് സ്നേഹത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ അധ്വാനത്തിൻ്റെ വില പഠിച്ചു, പൈസയുടെ വില പഠിച്ചു. അന്ന് കിട്ടിയത് ഒരു പത്രം ഇടുമ്പോൾ 10 പൈസയാണ് ഒരു മാസത്തിന്. പക്ഷേ അതിടുമ്പോൾ ഒരു ശീലം ഉണ്ടായി. രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പഠിച്ചു. ഞാൻ പത്രമൊക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോൾ 7 മണിയാവും. ആ ശീലം ജീവിതത്തിൽ ഒരുപാട് ഗുണപ്പെട്ടിട്ടുണ്ട്. അത് അവിടുന്ന് തുടങ്ങിയതാണ്. അങ്ങനെ അധ്വാനത്തിൻ്റെ വില പഠിച്ചു. പിന്നീട് ഞാൻ വീട്ടിൽ പൈസയ്ക്ക് ചോദിച്ചിട്ടില്ല. ഒരു വലിയ ബിസിനസ്സുകാരനാവണമെന്നുള്ള സ്വപ്നമുണ്ടായിരുന്നു. യാദൃശ്ചികമായി എൻ്റെ ഫാദറിൻ്റെ ബിസിനസ്സിൽ വന്നൊരു നഷ്ടം പൈസയൊന്നും മുടക്കി വലിയ ബിസിനസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. എന്നാലും നല്ല മനസ്സുണ്ടെങ്കിൽ, വിൽ പവർ ഉണ്ടെങ്കിൽ ആർക്കും ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ജീവിത അനുഭവങ്ങൾ തെളിയിച്ചു. ഒരു സംശയമില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബിസിനസ്സിലേക്ക് അതിനോടൊപ്പം തന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് 2 ബിസിനസ്സുണ്ട്. ചെറിയ ബിസിനസ്സുകളൊക്കെയാണ്, വലിയ ബിസിനസ്സുകളൊന്നും അല്ല. ഞാൻ NCCയിലായതുകൊണ്ട് തന്നെ ഹെൽത്ത് വെൽനെസ് ആയിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നാട്ടിൽ 20 വർഷത്തോളമായി വെൽനെസ് എന്ന് പറഞ്ഞ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അല്ലേ? അതെ, ഞാനൊരു ആയുർവേദിക് പ്രോഡക്റ്റ്, മീൻസ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ്, ഗവൺമെൻറ്റിൻ്റെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ വെൽനെസ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ നാഷണൽ ലെവലിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ദൈവാനുഗ്രഹത്താൽ എനിക്ക് ബിസിനസ് ഉണ്ട്. ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ രാജ്യവും ലോകവും നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഹെൽത്താണ്. പിന്നെ ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമാണ് മലയാളിക്ക് ഗൾഫ്. ഒരു ജോലിയാണ് എല്ലാവരുടെയും സ്വപ്നം. പക്ഷേ ഞാനിവിടെ വന്നത് ജോലി ചെയ്യാനല്ല, മറിച്ച് ഒരു ബിസിനസ്സുകാരനാകാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ 1.5 വർഷത്തോളം ഈ മാർക്കറ്റിലൊക്കെ നടന്ന് പഠിച്ചപ്പോൾ ഞാനന്ന് ചിന്തിച്ചത്, UAE വരുമ്പോൾ ഇവിടുത്തെ ആളുകൾ കൂടി ഗുണപ്രദമായി എന്തെങ്കിലും ചെയ്യണം. ഒരു ട്രേഡിങ് ചെയ്താൽ എനിക്ക് ലാഭം കിട്ടാം, എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സാലറി കിട്ടാം. പക്ഷേ സമൂഹത്തിന് അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ ലൈസൻസ് ഇവിടെ ശരിയാകുമ്പോൾ അതിൻ്റെ ഓൾ ഓവർ മിഡിൽ ഈസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഇതിനോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ഞങ്ങളുടെ 1ാമത്തെ ബ്രാഞ്ചാണ്. ഇപ്പോഴത്തെ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പതുക്കെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഒന്നും എളുപ്പം ചെയ്യാൻ കഴിയില്ലല്ലോ. തീരുമാനിച്ചതാണ് വെലോസിറ്റിയുടെ തുടക്കം. കാരണം സമൂഹത്തിനും കൂടെ ഗുണം ചെയ്യുന്ന ഒരു ബിസിനസ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ട്രേഡ് ചെയ്യാൻ അവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, പ്രോഫിറ്റ്. ഇവിടെ എംപ്ലോയീസിന് നമ്മുടെ സാലറി കൊടുക്കുന്നു, ബാക്കി നമുക്ക് നമ്മുടേതായ ഏൺ ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ എന്ത് റിട്ടേൺ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുത്തു എന്നുള്ളതിന് അവിടെ ആൻസർ ഇല്ല. അതാണ് ഏത് ബിസിനസ്സിലെയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന. ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ പേര് വെലോസിറ്റി എന്ന് ഒരു കാരണമുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ഫേമസ് ഒരു കോട്ടുണ്ട്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാച്ച് ഫ്രൈസ് ടുഡേ ഈസ് വെലോസിറ്റി. ദാറ്റ് മീൻസ് ഈ ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അഥവാ സ്പീഡാണ്. വെലോസിറ്റി, നമ്മൾ എത്ര സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. അന്ന് അദ്ദേഹം ചിന്തിച്ചൊരു പോയിന്റ് ഉണ്ട്, ലോകം സ്പീഡിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറും ഇൻഫർമേഷൻ ടെക്നോളജിയും ഇൻ്റർനെറ്റും ഒക്കെ എല്ലാവരുടെയും വീട്ടിലെത്തണം. അങ്ങനെയാണ് അതിനുള്ള സംവിധാനം പ്രൊവൈഡ് ചെയ്ത്. ഹി വാസ് എ സ്കൂൾ ഡ്രോപ്പ് ഔട്ടർ. അവിടുന്ന് തുടങ്ങി ഇന്ന് ലോകത്തിലെ നമ്പർ 1. കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ 1 സ്ഥാനം നഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം പ്രായമായി, ആൾക്കിന്ന് മണിയൊന്നുമല്ല മെയിൻ മോട്ടീവ്. പക്ഷെ അന്ന് അദ്ദേഹം ഒരു വലിയ ചാരിറ്റി ഓർഗനൈസേഷൻ വരെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഓരോ വർഷവും ചാരിറ്റി കൊടുക്കുന്ന തുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയോളം വരും. ഒരു സാധാരണ സ്കൂൾ ഡ്രോപ്പ് ഔട്ടർക്ക് അത്രയും വളരാൻ കഴിയുമെങ്കിൽ അതുപോലൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കും വളരാൻ കഴിയും. നമ്മളും ആരിൽ നിന്നും കഴിവ് കുറഞ്ഞവരല്ല, ആ വിശ്വാസം നമുക്കുണ്ടാവണമെന്ന് മാത്രം. അങ്ങനെയാണ് ഞാനും ചിന്തിച്ചത്. എവരിതിങ് ഈസ് പോസിബിൾ ആൻഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. അത് തന്നെയാണ്. ഇംപോസിബിൾ എന്നുള്ള വാക്ക് നോക്കിയാലും അവിടെ ഒരു അപ്പോസ്ട്രോഫിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഐ ആം പോസിബിൾ എന്ന് വായിക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അവിടെ ഈ വെലോസിറ്റി എന്ന് തുടങ്ങുമ്പോൾ, കാരണം താങ്കളെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം, ഇവിടെ വെൽ എക്യൂപ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള മിഷനറികളെയാണ് താങ്കൾ ഇവിടെ ഫിറ്റ്. കാരണം ഒരു മണി മോട്ടിവേഷൻ അല്ലെങ്കിൽ മണി മേക്കിംഗ് എന്നുള്ള കൺസെപ്റ്റ് അല്ല ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്.
കാരണം നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് 101% അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കും. 100%. അതുകൊണ്ട് തന്നെയാണ് ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെല്ലോസിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. ഞാനിവിടെ തുടങ്ങുമ്പോൾ എന്നെ പ്രചോദിപ്പിച്ചൊരു ചിന്തയുണ്ട്. എല്ലാവരും എന്തുകൊണ്ടാണ് ഒരു മേഖലയിൽ വിജയിക്കാത്തത്? ആരാണ് വിജയിക്കുന്നത്? അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നവരാണ് വിജയിക്കുന്നത്. ഒരേ കാര്യം ചെയ്യുന്ന എല്ലാവരും വിജയിക്കില്ല. ചെയ്യുന്ന കാര്യം വ്യത്യസ്തമായി ചെയ്താൽ വിജയിക്കാൻ കഴിയും. ഞാനിവിടെ ഫിറ്റ്നസ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ ഫിറ്റ്നസ് ആണുള്ളത്. ഫിറ്റ്നസ്, സ്റ്റാമിന ഇംപ്രൂവ്മെൻറ്റ്, വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. ഒപ്പം ബോഡി ബിൽഡിങ്ങും ഉണ്ട്. ശരീരത്തിൽ നല്ല ഷേപ്പ് ദൈവം തന്നിട്ടുണ്ട്. ജനിച്ചൊരു കുട്ടിയെ നോക്കിയാൽ അറിയാം അതൊരു വി ഷേപ്പാണ്. പക്ഷെ നമ്മൾ പിന്നീട് നടക്കുമ്പോൾ തിരിച്ചുള്ള വി ആയി മാറും. അത് നമുക്ക് അങ്ങനെ ആകാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ തുടങ്ങുമ്പോൾ ഒരുപാട് പഠിച്ചു. 2 വർഷത്തെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനുള്ള ഒരു സംവിധാനം, ലൈസൻസ് ഒക്കെ എടുക്കാൻ താമസിച്ചപ്പോൾ ആ സമയം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തു, പഠിച്ച സമയത്ത് ഞാൻ ഇതിൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് പഠിച്ചു. ലോകത്തിലെ നമ്പർ 1 കമ്പനിയാണ് ടെക്നോജിം. അവർ കാർഡിയോ മെഷീൻസ് ചെയ്യുന്ന കമ്പനിയാണ്. ഞാൻ ആ ടെക്നോജിംസിൻ്റെ മെഷീനാണ് നമ്മുടെ കാർഡിയോസ് മുഴുവൻ ഇറക്കിയേക്കുന്നത്. US നമ്പർ 1 ബ്രാൻഡാണ് പ്രിഗോർ. സ്ട്രെങ്ത് മെഷീൻസിലെ വേൾഡിൽ നമ്പർ 1 ആണ്. സാധാരണ ഒരു ജിമ്മിലും കാണാൻ കഴിയാത്ത വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ് ഉണ്ട്. അവിടെ നമ്മൾ ഫ്രീ ആണ്. ഒരു മെഷീനകത്ത് നമ്മൾ തടച്ചിടുന്നില്ല. എന്ത് എക്സസൈസുകൾ നമ്മൾ ചെയ്യാം. അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങിയത്. കാരണം വരുന്ന ആളുകളിലൂടെ എത്ര പൈസ എനിക്ക് കിട്ടുന്നു എന്നുള്ളത് പ്രധാനമാണെങ്കിലും അതെൻ്റെ പ്രിഫറൻസ് അല്ല. കാരണം നമ്മൾ നന്നായിട്ടൊരു കാര്യം ചെയ്താൽ പണം നമ്മളോടൊപ്പം തേടി വരുന്നതാണ്. ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ്. അതിന് പുറകെ നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. ആ ഒരു തോട്ട്സ് തന്നെയാണ് താങ്കൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. യെസ്. വെല്ലോസിറ്റി എന്ന ആ ഒരു ബ്രാൻഡ് ഈ കുറഞ്ഞ സമയം കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പ്രധാന കാരണവും ഈ തിയറി തന്നെയാണ്. ഈ വ്യത്യസ്തമായ ഒരു ഞങ്ങളുടെ സമീപനം, ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ വരുന്നവർ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. കാരണം എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടല്ലോ. അവരുടെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അർഹിക്കുന്ന ഒരു സേവനം നമുക്ക് കൊടുക്കാൻ പറ്റൂ. അജ്മാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ്. അബ്സല്യൂട്ട്ലി. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. കാരണം ഇത് ഇന്ന് എവിടെ എന്നുള്ളതൊന്നുമല്ല, ഒരു സമയം സംശയമില്ല. ദൈവാനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഒരു 10-20 വർഷം കഴിയുമ്പോൾ അജ്മാനിലെ എന്നല്ല വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റായി മാറ്റാൻ കഴിയണം. അതാണ് കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. ലോകം മുഴുവൻ ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൂടെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു വ്യത്യസ്തയുടെ ഒരു ഭാഗം തന്നെയാണ്. അതെ, ഒരു സംശയമില്ല. കാരണം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ലെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്കൂളിൽ ഒരു സബ്ജക്റ്റ് പഠിച്ച പ്രാധാന്യം നമ്മൾ പലപ്പോഴും കൊടുക്കാറില്ല. നമുക്ക് അവിടെ ഒരു കോച്ച് ആവശ്യമാണ്, ഒരു ട്രെയിനർ, ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ ആവശ്യമാണ്. ആൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു എക്സസൈസ് എങ്ങനെ ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്. സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ തെറ്റായ രീതിയിൽ ചെയ്താൽ തെറ്റായ റിസൾട്ടേ കിട്ടൂ. കറക്റ്റായ രീതിയിൽ ചെയ്താൽ കറക്റ്റായ റിസൾട്ട് കിട്ടും. ഇതിന് നിർബന്ധമായി ഒരു കോച്ച് ആവശ്യമാണ്. ആളുകൾ പേഴ്സണൽ ട്രെയിനിങ് എടുക്കാറുണ്ട് ആരോഗ്യത്തിനെക്കുറിച്ച് അറിയാവുന്നവർ. പക്ഷേ ഞാൻ കണ്ട ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങുന്ന പോലെ അവർ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ആരോഗ്യത്തിന് മൂല്യം പഠിപ്പിക്കാൻ പറ്റത്തില്ല, അമൂല്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു ചിലവല്ല, മറിച്ചൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ കൂടുതൽ ക്രിയേറ്റീവായി വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വിജയിക്കുന്ന ആളുകളുടെ ഒരു തലമുറ ഇവിടുന്ന് നമ്മൾ തുടങ്ങി ഒരുപാട് സ്ഥലത്ത് ഡെവലപ്പ് ചെയ്ത് കുറേ വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ കേരളത്തിൽ, ഞാൻ മലയാളി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സ്വപ്നം കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഇതുപോലുള്ള ഫിറ്റ്നസ് സെൻ്ററുകൾ വേണം. അതിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക. കാരണം ഒരു സമൂഹത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ആളുകളുടെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റിയാൽ അതിനോളം മഹത്തരമായ വേറൊരു ബിസിനസ് ലോകത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുടുംബത്തിൽ സമാധാനം, എല്ലാവർക്കും സന്തോഷം, നല്ല ആരോഗ്യം, ഹാപ്പിനെസ്, പോസിറ്റീവായ ചിന്താഗതി, അത് തന്നെയാണ് മുബീൻ്റെ കൺസെപ്റ്റ്. അബ്സല്യൂട്ട്ലി. ഇങ്ങനെ ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചാലഞ്ച്. അബ്സല്യൂട്ട്ലി. ഇതൊരു റിട്ടേൺ എന്ന് പറയുന്നത് ഒരുപാട് നാളുകൾ കഴിഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ്? അത് മനസ്സിലാണ് ആദ്യം വളർത്തേണ്ടത്. ആ മനസ്സിൽ നിന്ന് വിശ്വാസം ഉണ്ടാക്കണം. ആ സബ്ജക്റ്റിനെ കുറിച്ച് നന്നായി പഠിക്കണം. ഞാൻ ചെറുപ്പം മുതലേ ഹെൽത്തിലും ഫിറ്റ്നസ്സിലും ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് നന്നായി അറിയാവുന്നൊരു സബ്ജക്റ്റുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെ വെല്ലുന്ന മെഷീൻസ് നാളെ എനിക്ക് ഇറക്കാൻ കഴിയണം. അത് ലോകം മുഴുവൻ നടക്കണം. അത് ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കാൻ കഴിയണം. കാരണം ഇതൊന്നും ഒരു സാധാരണ ഒരാൾക്ക് വാങ്ങിച്ചിടാൻ കഴിയില്ല. ഇതുപോലൊരു മെഷീൻ വാങ്ങണമെങ്കിൽ ഒരു സാധാരണ ഒരാളുടെ ആയുഷ്കാലത്ത് സമ്പാദ്യം തികയാതെ വരും. പക്ഷേ ആ മെഷീനറീസ് ഒരു സാധാരണക്കാരൻ എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അവനുണ്ടാകുന്ന ഒരു ആനന്ദം, ഒരു ഹെൽത്ത്, അത് വളരെ വ്യത്യസ്തമാണ്. വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യാം,
പക്ഷേ വീട്ടിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു സ്ഥിരം മോട്ടിവേഷനാണ്. അതാണ് വെലോസിറ്റി നൽകുന്നത്. അബ്സല്യൂട്ട്ലി യൂണിസെക്സ് ആണ്. നമുക്ക് യൂണിസെക്സ് ജിമ്മാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതുകൂടാതെ ഇതിനപ്പുറത്ത് നമുക്ക് ലേഡീസിന് മാത്രമുള്ള ജിമ്മുണ്ട്. അവിടേക്ക് ഇവിടെയുള്ള അറേബ്യൻ ആളുകളുടെ പ്രത്യേകത, അതിൽ പല ആളുകളും മറ്റുള്ള ആളുകളും പ്രൈവസി ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന് നമുക്ക് വേറെ സെഷൻ വേറെ ഉണ്ട്. കുട്ടികൾക്ക് മുതൽ ഈ ചെറുപ്പം മുതലേ ഫിറ്റ്നസ് ഒരു ശീലമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങൾക്ക് കരാട്ടെ, അതുപോലെ തന്നെ തൈക്കോണ്ടോ, അതുപോലെ തന്നെ കിക്ക് ബോക്സിങ്, അതുപോലെ തന്നെ യോഗ, ഒരു മനസ്സിനും കൂടെയുള്ള ഒരു ആരോഗ്യം, അതുപോലെ തന്നെ എയറോബിക്സ്, അതുപോലെ തന്നെ സൂംബ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇനി നാളെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഞാൻ ഇന്ത്യയിൽ ചെയ്യുന്ന ഏറ്റവും നല്ല റിസൾട്ടുള്ള ഈ പ്രോഡക്റ്റുകൾ ഇതും ഞാനിവിടെ ഇതിനോടൊപ്പം തന്നെ പ്രൊമോട്ട് ചെയ്യും. അതൊക്കെയാണ് ടാർഗറ്റുകൾ. അത് പതുക്കെ ഡെവലപ്പ് ചെയ്യും. ആ പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ വിറ്റഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാകൂ. ഒരുപാട് രാജ്യങ്ങളിലുള്ളവരാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള ഏത് രാജ്യക്കാരാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട്? നമുക്ക് എല്ലാ രാജ്യങ്ങളിലും അവരെ കാണാൻ പറ്റും. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ്, തോന്നൽ, യൂറോപ്യൻസിന് ഒരുപാട്. യൂറോപ്യൻസ് എല്ലാവരും ഇവിടെ ഞാൻ കണ്ടിരിക്കുന്നത് വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾ പോലും ഇപ്പോൾ അവർ അജ്മാനിലൊരു ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ ഹോട്ടൽ ജിമ്മുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലാത്ത ആളുകൾ ഇവിടെ ജിം അന്വേഷിച്ച് വരും. അവർ സ്കൂളിലുള്ള പോലും ഫിറ്റ്നസ് അതല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി അവർക്ക് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. സൈക്ലിംഗ്, നീന്തൽ, അതുപോലെ തന്നെ പർവ്വതാരോഹണം, മൗണ്ടനിങ്, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ആ ഒരു ശീലം ആളുകൾക്ക് അത്രത്തോളം ഇല്ല. അപ്പോൾ ഇന്ന് അവർ ഫിറ്റ്നസിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതുകൊണ്ട് നാളെ അവർക്ക് നന്നായി ചെയ്യാൻ കഴിയും. ആ രീതിയിൽ നമ്മളും ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല ആരോഗ്യമുള്ള ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാനേ പറ്റൂ, വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല. വെലോസിറ്റി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊടുക്കുന്നതും ഈ ആശയം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സോനയും സ്റ്റീമും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ ഒരു ഫിറ്റ്നസ് സെൻ്ററിൽ വരുമ്പോൾ ആൾക്കാർ സ്റ്റീം, സോന ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും രണ്ട് ഗുണങ്ങളുണ്ട്. ഞങ്ങളിവിടെ അമ്പലപ്പിക്കുന്ന കൂടുതൽ ആൾക്കാരും ഈ വെയിറ്റ് ലോസിന് വരുന്ന ആളുകളുണ്ട്. കൂടുതൽ വെയിറ്റാണ്, ഓവർ വെയിറ്റാണ്, അവർക്ക് വെയിറ്റ് കുറയണം. വെയിറ്റ് കുറയണമെങ്കിൽ ബോഡി ഫാറ്റ് മെൽറ്റ് ആവണം. അപ്പോൾ അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ നമ്മുടെ എത്തണം, ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് മൂവ് ചെയ്യണം. അതിന് ഇവിടുത്തെ രാജ്യത്തെ ഏറ്റവും എഫക്റ്റീവ് സോനയാണ്. അതുകൊണ്ട് ഞങ്ങൾ സോനയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റീമും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റീം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് ബോഡി ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ഹൈഡ്രേറ്റ് ചെയ്യാണ്ട് ഡ്രൈ ഹീറ്റ് കൊടുത്ത് നമുക്ക് ബോഡി ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥ അറിയാമല്ലോ. ഈ കാലാവസ്ഥ അനുസരിച്ച് ആളുകൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നല്ല പ്രയോജനങ്ങളുണ്ട്. മുബീൻ കണ്ട കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ വെലോസിറ്റി എത്തിക്കഴിഞ്ഞു. തീർച്ചയായും ഒരു കുട്ടി നടന്നു തുടങ്ങാമെന്ന് പറയില്ലേ, ഞാൻ ചിന്തിക്കുന്നത് വെലോസിറ്റി ഇപ്പം നടന്നു തുടങ്ങിയുള്ളൂ. ഞാൻ നാട്ടിൽ പ്രവർത്തിക്കുന്ന മേഖല, അതിൻ്റെ പ്രോഡക്റ്റ് മേഖല, ആദ്യത്തെ 2 വർഷം ഞാൻ അവിടുന്ന് പഠിച്ചു. ദൈവാനുഗ്രഹത്താൽ ആ മേഖലയിൽ, ആ ഒരു പ്രത്യേക പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് സെയിൽസ് എന്ന് പറയുന്ന മേഖലയിൽ ഇന്ന് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് ദൈവാനുഗ്രഹത്താൽ എനിക്കുണ്ട്. ഞാൻ ഇവിടെ തുടങ്ങി ഇന്നൊരു വിദ്യാർത്ഥിയായിട്ടോ ഒരു കുട്ടിയായിട്ടാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ കാര്യങ്ങൾ പഠിച്ചു, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞതുപോലുള്ള ലെവലിലേക്ക് എത്തി. ഇനി നമ്മുടെ ഡെവലപ്മെൻറ്റ് പീരീഡാണ്. ഞാൻ അർഹിക്കുന്ന രീതിയിൽ പ്രാധാന്യം കൊടുത്ത് കൃത്യമായ പ്രയോറിറ്റി വെച്ച് ഇത് പ്ലാൻ ചെയ്താൽ ഇത് ലോകത്തിൽ തന്നെ ഒരു വലിയ സ്ഥാപനമാക്കി ഫിറ്റ്നസ് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വെലോസിറ്റി എന്നുള്ള പേരും കൊടുത്തത്. ഈ പേര് അറബികൾക്ക് ഇഷ്ടമാണ്, യൂറോപ്യൻസ് ഇഷ്ടമാണ്, മലയാളിക്ക് ഇഷ്ടമാണ്. എന്തിനും ചേരും സ്പീഡ്. മിലിറ്ററിയിൽ ഒരു ഓഫീസർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ എയിം. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനി ഡിസൈഡ് ചെയ്തത് ഇങ്ങോട്ടായിരുന്നു, ഒരു ബിസിനസ്സിലേക്ക് വരിക. ഒരു മേജർ ആക്സിഡൻറ്റ് താങ്കളുടെ സ്വപ്നത്തെ തല്ലി തകർത്തു. നേരത്തെ പറഞ്ഞു, കോളേജിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും, സ്കൂളിൽ ജൂനിയർ ഡിവിഷൻ, കോളേജിൽ സീനിയർ ഡിവിഷൻ, ഞാൻ NCCയിൽ Aയും Bയും Cയും സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കൊരു സ്വപ്നമാണ് NDA വഴിയോ അല്ലെങ്കിൽ സർവീസ് സെലക്ഷൻ ബോർഡ് വഴിയോ ഒരു ഓഫീസർ റാങ്കിൽ കയറുക എന്നുള്ളത്. അവരുടെ ഒരു വലിയ സ്വപ്നമാണ്, ഒരു ഡ്രീമാണ്. എൻ്റെയും സ്വപ്നം അതായിരുന്നു. ഞാൻ അതിന് ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് ആയിരുന്നു. ഞാൻ ഏറ്റവും നല്ല കേഡറ്റായിരുന്നു. അക്കാഡമിക്കലി ഏറ്റവും നന്നായി പഠിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് യാദൃശ്ചികമായ ഒരു ദിവസം വൈകുന്നേരം എനിക്കുണ്ടായ ഒരു അപകടത്തിൽ എനിക്ക് മേജറായിട്ടുള്ള പരിക്കുകൾ പറ്റി. എൻ്റെ വലത് കൈ മുറിഞ്ഞുപോയി, ഇടത് കൈയിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് വന്നു. 2 വർഷം തികച്ചും അനാരോഗ്യകരമായ ഒരു സിറ്റുവേഷനിൽ ഞാൻ പോയി. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ രോഗികൾ തിരിച്ചു വരാൻ പ്രയാസപ്പെടുമ്പോൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പുരോഗമിച്ചു വന്നു. എനിക്ക് സുഖം പ്രാപിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ എന്നേക്കുമായിട്ടുള്ളൊരു സ്വപ്നം അവസാനിച്ചു. പക്ഷെ ഞാനന്ന് പോസിറ്റീവായി ചിന്തിക്കാൻ നല്ല നല്ല പുസ്തകങ്ങൾ, ഖുർആൻ പോലെ, അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ ചിന്തകൾ, ഇതൊക്കെ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. സംഭവിച്ചതൊക്കെ നല്ലതിനെന്നും സംഭവിക്കാനിരിക്കുന്നത് നല്ലതിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിനെന്നും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു സംശയമില്ല, ഈ ലോകത്ത് എന്ത് നടക്കണമെങ്കിലും സൃഷ്ടാവിൻ്റെ അനുമതി കൂടിയേ പറ്റൂ. എനിക്കൊരു പക്ഷേ ആ മേഖല നന്നായിരിക്കില്ല. എനിക്ക് വളരെ ചുരുങ്ങിയൊരു മേഖലയിലേക്ക് ഞാൻ പോകും. ഒരു പർട്ടിക്കുലർ റെജിമെൻറ്റ്, ഒരു പർട്ടിക്കുലർ മിലിറ്ററി ഗ്രൂപ്പ്, അവിടെയായിരിക്കും ഞാൻ ആർമിയിലോ നേവിയിലോ അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും ഞാൻ കൂടുതൽ ആർമിയിലായിരിക്കാം.
അപ്പോൾ എനിക്ക് ലോകം മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എൻ്റെ ആരോഗ്യമുള്ള പ്രായം അവിടെ കഴിയും. എനിക്ക് അവാർഡ് ഉണ്ടായ സമയത്ത് ഞാൻ ചിന്തിച്ചു, ഓക്കെ ഇത് നല്ലതായിരിക്കാം. പക്ഷേ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് മനസ്സിലായ ഒരു കാര്യം, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ തുടക്കം. കാരണം വീഴുമ്പോൾ പഠിക്കുന്നത് ഒരിക്കലും ഉയരുമ്പോൾ പഠിക്കാൻ കഴിയില്ല. ആ പഠനം, ആ ലേണിംഗ് ആണ് ജീവിതത്തിൽ വിജയിക്കാൻ, ബിസിനസ്സിൽ വിജയിക്കാൻ എന്നെ സഹായിക്കും. ആ തളർച്ചയിൽ നിന്നും താങ്കളെ ഉയർത്തിയതും ആ ഒരു തിയറി തന്നെയായിരുന്നു. ഞാൻ ഇതുപോലെ തന്നെയുള്ള ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ബൈബിൾ ആണെങ്കിലും ഖുറാൻ ആണെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മുഴുവൻ അറിയാമെന്നല്ല, ഞാൻ വായനകൾ താങ്കളെ ഒരുപാട് മുന്നോട്ട് പോകുവാൻ ഒരുപാടൊന്നും വായിക്കുന്ന ഒരു വ്യക്തിയല്ല. കുറച്ച് വായിച്ചാലും അത് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നോളജ് ഈസ് പവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ബട്ട് നോളജ് ഈസ് നോട്ട് പവർ. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. നോളജ് ഈസ് നോട്ട് പവർ അൺലെസ് ഇറ്റ് കമ്പൈൻഡ് വിത്ത് ആക്ഷൻ. നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് വിജയമുണ്ടാകും, ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ചിന്താഗതികൾ ഒരുപാട് ഉയർന്ന കാഴ്ചപ്പാട് തന്നു. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അതേ സാധാരണക്കാർ കാണാൻ കഴിയൂ. നാളെ ഞാൻ എന്താകുമെന്ന് നമുക്ക് കാണാൻ കഴിയണം. അതാണ് കാഴ്ചപ്പാട് അഥവാ വിഷൻ. അതുണ്ടെങ്കിൽ, അതിൽ 100% വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാവുന്നതിന് ഒരു അതിരുമില്ല. മിഡിൽ ഈസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ യൂസഫ് അലി സാഹിബ്, ലുലു ഗ്രൂപ്പിൻ്റെ ആൾ തുടങ്ങിയത് എങ്ങനെയാണ് നമ്മളൊന്ന് പഠിക്കണം. ശരിക്കും ഈസ് എ മോഡൽ ഫോർ മീ. ഞാൻ ആളെക്കുറിച്ച് പഠിച്ച സമയത്ത് നോർമൽ ഇതിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന ആളുകളാണ്. ഈ മിഡിൽ ഈസ്റ്റ് എടുത്താൽ ഒരുപാട് ആളുകളെ അങ്ങനെ കാണാൻ കഴിയും. ലോകത്ത് ഒരുപാട് ആളുകളെ അങ്ങനെ കാണാൻ കഴിയും. അവർക്കായാൽ എന്തുകൊണ്ട് എനിക്കാവില്ല എന്നൊന്നാണ് എൻ്റെ ചിന്താഗതി. ഈ പ്രേക്ഷകരുടെയും ചിന്താഗതി അതുതന്നെയാവണം. അത് തന്നെയാണ് താങ്കളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഇതെൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്, രണ്ടാമത്തെ ഡൈവേഴ്സിഫിക്കേഷൻ. തീർച്ചയായും ഈ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ വരാനിരിക്കുന്നു. ചിന്തകൾ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുമുണ്ട്. നമ്മുടെ ലോകം കണ്ട ഒരു വലിയൊരു പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. മരിച്ചുപോയ ബഹുമാനപ്പെട്ട വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, എനിക്ക് കുട്ടികളെ വളരെ ഇഷ്ടമാണ്. കാരണം കുട്ടികൾക്ക് സ്വപ്നങ്ങളുണ്ട്. വലുതാകുമ്പോൾ നമ്മൾ ഈ സ്വപ്നങ്ങൾ മറക്കും. ഈ സ്വപ്നങ്ങളാണ് നമ്മൾ ചിന്തകൾ ഉണ്ടാക്കുന്നത്. ഈ ചിന്തകളാണ് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നത്. ചിട്ടയായ പ്രവർത്തനം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ടാണ് സാധാരണ ഒരു തമിഴ് ഗ്രാമത്തിലെ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായി മാറിയത്. ആൾക്ക് മിലിറ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് ആൾക്ക് റിജക്ട് ചെയ്തു. അങ്ങനെയാണ് ആൾ അടുത്ത DRDOയിലേക്ക് ആൾ പോകുന്നത്. നമ്മൾ ചിന്തിക്കണം അവിടെ. അപ്പോൾ ഒരു റിജക്ഷൻ വന്നാൽ ഒരിക്കലും നമ്മൾ അടിയറവ് പറയാൻ പാടില്ല. ആത്മധൈര്യം നമുക്കുണ്ടാക്കാം. ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയും, വിജയിക്കണം. വ്യക്തമായ ടാർഗറ്റ് വേണം. എന്താണ് എൻ്റെ നിയോഗം എന്ന് സ്വയം കണ്ടെത്തണം. ജീവിതത്തിലെ ഉദ്ദേശവും പർപ്പസും തിരിച്ചറിഞ്ഞാൽ 100% നമുക്ക് ചരിത്രമുണ്ടാക്കാം. അങ്ങനെ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ചിന്തിച്ച് പ്രചോദിപ്പിച്ചാൽ നമ്മുടെ രാജ്യവും ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറും. ഇത്രയും റിസോഴ്സ് ഉള്ള രാജ്യം വേറെ ഉണ്ടോ? ഇത്രയും മാൻ പവർ ഉള്ള രാജ്യം വേറെ ഉണ്ടോ? രാജ്യത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? സമൂഹത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? ഇത് മാത്രമേ നമ്മുടെ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പൈസ മേടിച്ച് തുടങ്ങിയൊരു ബിസിനസ് അല്ല. വന്ന സിറ്റുവേഷൻസിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് ഒരു വലിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹമായി യാത്ര തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ സന്തോഷിക്കുന്ന ഒരു പോസിറ്റീവ് ചിന്താഗതി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് ധീരുഭായ് അംബാനി. മുകേഷ് അംബാനി, അനിൽ അംബാനിയും കൂടിയാൽ ലോകത്തിൽ നമ്പർ 1 ആണ്. നമുക്ക് പവർഫുള്ളായിട്ട് നമുക്കൊരു ഇന്ത്യക്കാരെന്നല്ല അഭിമാനിക്കാം. ഈ ധീരുഭായ് അംബാനി ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഇപ്പോഴും 39 ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടം വരെ എത്താൻ കഴിയും. ഇനിയും സമയമുണ്ടെന്നുള്ള വിശ്വാസം. ഇനി നമ്മളെ കുടുംബകാര്യങ്ങളിലേക്ക് പോകാം. എത്രത്തോളമാണോ താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായും ഉമ്മായും സ്വാധീനിച്ചിട്ടുള്ളത്? എൻ്റെ ഉപ്പായും ഉമ്മായും എനിക്ക് പറഞ്ഞാൽ എൻ്റെ ജീവനാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമുക്കറിയാം, ഞാൻ ചെറുപ്പകാലത്തിലൊക്കെ ഒരുപാട് പരിതപിച്ചിട്ടുണ്ട്. എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായി പണമുണ്ടാക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തമായി നോക്കുന്നു, ഞാനതിൽ സന്തോഷിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നോട് വളരെ കർക്കശമായ നിലപാടുകൾ പറയും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നിനക്കെന്താണ് നല്ലതാണെന്ന് തോന്നി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുള്ള പ്രായമോ പക്വതയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ചറിവ് വന്ന സമയത്ത് അവർ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ, ഒരു സംസ്കാരം, ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്കും വന്നത്. കാരണം അവിടെ ഒരു ബിസിനസ് മാത്രമല്ല, ഞാൻ നേടുന്ന പണമല്ല ഇവിടുത്തെ പ്രധാനം. എൻ്റെ കസ്റ്റമേഴ്സ് അഥവാ എൻ്റെ മെമ്പേഴ്സ്, അവരാണ് ഞങ്ങളെ വളർത്തുന്നത്. അവർ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ആരോഗ്യം. ഒരു 20 കിലോ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾ ശ്വാസം പോലും വിടാൻ വയ്യാതെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്ത് ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞ് ആൾ സാധാരണ ഒരു വർക്കിലേക്ക് നല്ല ഫിറ്റ്നസോടുകൂടി ആൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ സമ്പത്തിനെക്കാട്ടിലും വലുതായിട്ട് താങ്കൾ കാണുന്നു. തീർച്ചയായും. അതുപോലെ തന്നെ ഒരു വലിയ സപ്പോർട്ടായിട്ട് നിന്ന് പിന്തുണ നൽകിയത് കുടുംബമാണ്. ഒരു സംശയമില്ല. എത്രത്തോളമാണ് താങ്കളുടെ കുടുംബം താങ്കൾക്ക് നൽകിയ പിന്തുണ? എൻ്റെ ഒരു സ്ട്രഗിൾ കാലഘട്ടത്തിൽ എൻ്റെ ഫാദർ തന്ന വിശ്വാസം. കാരണം എൻ്റെ 2 കൈയും തകർന്ന്
ഞാൻ ജീവിതത്തിൽ ഇനി ആശ്രയിക്കപ്പെടേണ്ടി വരുമോ, ഒരു പക്ഷേ മരിക്കുന്നതായിരുന്നു നല്ലതെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സമയമുണ്ട്. കാരണം എനിക്ക് ആശ്രയിക്കപ്പെടാൻ താല്പര്യമില്ലായിരുന്നു. എനിക്ക് സ്വന്തമായി എഴുതാൻ കഴിയുന്നില്ല. ഞാൻ പരീക്ഷ എഴുതിയെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? അനങ്ങാത്ത കൈ വെച്ച് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിത് വരുമ്പോൾ അതിനൊരു വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. അന്നാണ് ഞാൻ ആളുകളുടെ അനാരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചത്. ആളുകൾക്ക് ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചത്. ആ ഒരു ചിന്താഗതിയാണ് ശരിക്കും എന്നെ വെൽനസ് മേഖലയിലേക്കും, അതുപോലെ തന്നെ ആ മേഖലയിൽ ഒരു വലിയ വിജയം, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇവിടെ ഈ രീതിയിൽ തുടങ്ങാനും ഒക്കെ സാധിച്ചതിൻ്റെ പ്രധാന കാരണം. എൻ്റെ കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരാൾക്ക് ജീവിതം സന്തോഷപ്രദമാണെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്ന് ആൾ പറഞ്ഞു. ഒന്ന്, ഉത്തമമായൊരു ഭവനം, നല്ല വീട്, ആ വീട് നമുക്കൊരു പോസിറ്റീവ് എനർജി തരണം. 2, നല്ലൊരു വാഹനം, നമ്മൾ എവിടെയെങ്കിലും എത്താൻ ശ്രമിച്ചാൽ വഴി കിടക്കാൻ നമ്മളെ എത്തിക്കണം. 3, ഉത്തമമായൊരു ഭാര്യ. ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം ഞാൻ കല്യാണം കഴിച്ച നാൾ മുതൽ ഞാൻ യാത്രയിലാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് എൻ്റെ ബിസിനസ്സൊക്കെ കൂടുതലുള്ളത്. കല്യാണം കഴിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ യാത്ര തുടങ്ങി. എൻ്റെ ഭാര്യ ഒരു പക്ഷേ എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിൽ എന്നിലെ ശക്തി ചോർന്നു പോകുമായിരുന്നു. ആൾ എന്നെ ഇന്ന് വരെ തടഞ്ഞിട്ടില്ല, ഇനിയും തടയില്ല. എൻ്റെ പിന്നിൽ എന്നോടൊപ്പം എൻ്റെ പ്രചോദനമായി എന്നുമുണ്ട്. അതുതന്നെയാണ് താങ്കളുടെ ജീവിതത്തിലും പ്രചോദനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി നൽകണമെന്നുള്ള താങ്കളുടെ നല്ല കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാനിവിടെ ആദ്യമായി ദുബൈയിൽ വരുമ്പോൾ ഞാൻ കണ്ടൊരു പിക്ചറുണ്ട്. 1970-75 കാലഘട്ടത്തിലെ ദുബൈയിലെ പിക്ചർ, ഷെയ്ഖ് സായിദ് റോഡിൻ്റെ പിക്ചർ. അത് 15 വർഷം കഴിയുമ്പോൾ മാറിയ രീതി, അത് ശരിക്കും പറഞ്ഞൊരു അത്ഭുതമാണ് ഉണ്ടാക്കിയത്. ഷെയ്ഖ് സായിദ് എന്ന് പറഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യൻ, ഒരു മഹാനായ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഈ രാജ്യത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയായി, ലോകത്തിനൊരു അത്താണിയായി, ഇന്ത്യയിലൊക്കെ പറഞ്ഞാൽ എടുത്തു പറഞ്ഞൊരു അത്താണിയായിട്ട് ഇത് വളർന്നു വന്നു. ഈ വളർച്ചയുടെ ഘട്ടത്തിലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരെ അതിജീവിച്ച് മുന്നോട്ട് വന്നു. ഇവിടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ സുരക്ഷിതത്വം, ഇവിടുത്തെ സപ്പോർട്ട്, അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. കാരണം ഒരു ബിസിനസ്സിൽ കൂടി ഡെവലപ്പ് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാളിലൂടെയാണ് ഒരു രാജ്യം വളരുന്നത്, ആളുകൾക്ക് തൊഴിലുണ്ടാകുന്നത്, എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു എംപ്ലോയർ ഫ്രണ്ട്ലി ആയി എന്ത് ബിസിനസ് നന്നായി ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം ഇവിടുത്തെ ഭരണകർത്താക്കൾ, അത് ഏത് എമിറേറ്റ്സ് എടുത്താലും, ഞാൻ നിൽക്കുന്നത് അജ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ഞാൻ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സ്ഥലമാണ്. തീർച്ചയായും മുന്നോട്ടുള്ള യാത്രയിൽ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ എമിറേറ്റുകളിലും വെല്ലോസിറ്റി ബോഡി ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഓരോ ബ്രാഞ്ചുകളും ഉണ്ടാകട്ടെ. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും പുതുവത്സരാംശംസകൾ. വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ പറ്റിയതിലും അങ്ങേയറ്റത്തെ സന്തോഷവും, അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ വിജയകരമായ ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലോട്ട്. ഈ എപ്പിസോഡിന് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.